മറ്റൊരു കാര്യത്തിലേക്ക് കൂടി എത്തിയാൽ ജൂണിൽ വിരമിക്കാനിരിക്കുന്ന ചീഫ് സെക്രട്ടറി ജയതിലകിന് പെൻഷൻ ആനുകൂല്യങ്ങൾ മുൻകൂർ അനുവദിച്ച് സർക്കാർ. പെൻഷൻ ആകുന്നതിന് 2 മാസം മുമ്പ് തന്നെ അസാധാരണമായ ഉത്തരവിറക്കിയെന്നറിയുന്നു. ജയതിലകിനെ സംരക്ഷിക്കാനാണ് നേരത്തെ ഉത്തരവിറക്കിയതെന്നാണ് ഒരു വിഭാഗം ഉദ്യോഗസ്ഥരുടെ ആരോപണം. MG പ്രതീഷുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. MG പ്രതീഷ്, നേരത്തെ കളക്ടർ ബ്രോ പ്രശാന്ത് തന്നെ ജയതിലകിനെതിരെ രൂക്ഷ വിമർശനങ്ങളുമായിട്ട് രംഗത്തെത്തിയിരുന്നു. ചീഫ് സെക്രട്ടറിയായ ജയതിലകിനെ സംരക്ഷിച്ചുകൊണ്ട് സർക്കാർ അസാധാരണമായ ഒരു ഉത്തരവിറക്കിയിരിക്കുകയാണോ? വിരമിക്കും മുമ്പ് പെൻഷൻ ഉത്തരവ്. അരുൺകുമാർ, അസാധാരണമായ നടപടി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ ജൂൺ മാസം 30-ാം തീയതിയാണ് ചീഫ് സെക്രട്ടറി ജയതിലക സർവീസിൽ നിന്ന് വിരമിക്കുന്നത്. പക്ഷേ അതിന് 2 മാസം മുമ്പ് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നു. പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും നൽകിക്കൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നു. ഈ ഉത്തരവ് 28/4/2026 ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. സാധാരണ ഈ ഉദ്യോഗസ്ഥർ വിരമിക്കുമ്പോൾ അതിന് ഒരാഴ്ച മുമ്പായിരിക്കും പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇറക്കാറുള്ളത്. മാത്രമല്ല, ഈ ഉദ്യോഗസ്ഥനെതിരെ അച്ചടക്ക നടപടികളില്ല, വിജിലൻസ് കേസുകളില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് പെൻഷനും ആനുകൂല്യങ്ങളും നൽകാറുള്ളത്. പക്ഷേ ഇവിടെ തിടുക്കപ്പെട്ട ഈ ചീഫ് സെക്രട്ടറിയെ ജയതിലകിന് പെൻഷനും ആനുകൂല്യങ്ങളും അനുവദിച്ചു എന്നതാണ് പ്രധാനമായും ഉയരുന്ന ആക്ഷേപം. പുതിയ സർക്കാർ ചുമതലയേൽക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലൊരു അസാധാരണ ഉത്തരവിലൂടെ പെൻഷനും ആനുകൂല്യങ്ങളും അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. നേരത്തെ തന്നെ ജയതിലകിനെതിരെ നിരവധി ആരോപണങ്ങൾ പ്രശാന്ത് IAS അടക്കമുള്ളവർ ഉന്നയിച്ചിട്ടുണ്ട്. പുതിയ സർക്കാർ അധികാരം ഏറ്റെടുത്താൽ ഏതെങ്കിലും തരത്തിൽ അച്ചടക്ക നടപടികളോ അന്വേഷണമോ വരുമോ എന്നുൾപ്പെടെ ഉള്ള കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടാണ് ഇത്തരത്തിൽ നടപടി എടുത്തിരിക്കുന്നതെന്നാണ് പ്രധാനമായും ഒരു വിഭാഗം ഉന്നയിക്കുന്ന കാര്യം. എന്തായാലും നിലവിൽ 28/4/2026 ചീഫ് സെക്രട്ടറിയെ ജയതിലകിന് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് ഇറക്കിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഓക്കെ, താങ്ക് യു പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ അത് അസാധാരണമായ ഒരു ഉത്തരവാണ്. സാധാരണ പെൻഷൻ പറ്റുമ്പോഴാണ് പെൻഷൻ പറ്റുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇറങ്ങുന്നത്. അപ്പോൾ പെൻഷൻ പറ്റുന്നതിന് മുമ്പ് സർവീസിൽ ഇരിക്കുമ്പോൾ തന്നെ പെൻഷൻ്റെ ഉത്തരവോ? എന്താണ് അതിന് പിന്നിലുള്ളത്? എന്തായാലും പുതിയ സർക്കാർ വന്നാൽ പ്രതികാര നടപടി ഉണ്ടാകുമെന്ന് ഭയന്നിട്ടാണോ? കാത്തിരുന്ന് കാണാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സമയം 10 മണി കഴിഞ്ഞ് 24 മിനിറ്റ്. നമുക്കൊരു കുഞ്ഞിടവേള കൂടി എടുത്ത് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. തലസ്ഥാനത്ത് ചൂടൻ ചർച്ചകൾ നടക്കുകയാണ്. ചർച്ചകളുടെ കൂടുതൽ വിവരങ്ങളുമായി റിപ്പോർട്ടർ വാർത്താ സംഘം പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം ചേരും.